നമസ്കാരം. ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക തോറ്റു. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അമേരിക്ക. ലോകത്തെയൊക്കെ വിറപ്പിച്ച തരത്തിലുള്ള ഒരു വലിയ മഹാദുരന്തം. സത്യത്തിൽ ആ മഹാദുരന്തം ഇന്ന് വെളുപ്പിന് 5:30 നടക്കേണ്ടതായിരുന്നു. പക്ഷെ അത് സംഭവിക്കാതെ പോയത്, അങ്ങനെ ഒരു മഹാദുരന്തം ഒഴിവായി പോയത് ഒരു വലിയ ഭാഗ്യമാണ്. കാരണം ഒരു വലിയ മഹായുദ്ധത്തിലേക്ക് പോകുമായിരുന്ന ഒരവസ്ഥയെ വെറും 90 മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ഇറാന്റെ ചിലപ്പോൾ നാഗരികതയെ തന്നെ ഭൂമുഖത്ത് നിന്ന് തുളച്ചു നീക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം, ആ അന്ത്യശാസനം അവസാനിക്കാൻ ഏകദേശം 1.5 മണിക്കൂർ മാത്രം അവശേഷിക്കുകയാണ് വളരെ നാടകീയമായിട്ടുള്ള വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് മുൻപ് ഹോർമൂസ് കടലിലേക്ക് തുറന്നു കൊടുത്തില്ല എങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്നായിരുന്നല്ലോ ട്രംപിന്റെ ഭീഷണി. ചൈനയുടെയും മറ്റും ശക്തമായിട്ടുള്ള ഇടപെടലുകൾക്കൊടുവിൽ ഇറാൻ 10 സമാധാന പദ്ധതി സമർപ്പിച്ചതോടെ ട്രംപ് സൈനിക നീക്കം 2 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ഉത്തരവിട്ടു. തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ച പകലുമായി ഇറാന്റെ സാമ്പത്തിക നട്ടലായിട്ടുള്ള ഖാർഗ് ദ്വീപിന് നേരെ അമേരിക്കയും ഇസ്രായേലും ശക്തമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരു നാഗരികത മുഴുവൻ ഇന്ന് രാത്രി മരിക്കുമെന്ന പ്രകോപനപരമായിട്ടുള്ള ഒരു സന്ദേശം ട്രംപ് പങ്കുവച്ചത്. US ബോംബർ വിമാനങ്ങൾ ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുകയും ഇസ്രായേൽ വ്യോമാക്രമണം കടുപ്പിക്കുകയും ചെയ്തതോടെ ലോകം മറ്റൊരു ആണവ യുദ്ധത്തിന്റെ മുനയിലാണ് എന്ന് പലരും ഭയപ്പെട്ടു. ട്രംപിന്റെ ഈ ഭീഷണി ക്രൂരമാണ് എന്ന് പോപ്പ് ലിയോ 14 ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുകയും ചെയ്തു. ഒടുവിൽ രാത്രി 11:32, ഈ രാത്രി 11:32 കൂടിയാണ് ട്രംപ് തന്റെ തീരുമാനം തിരുത്തിയിരിക്കുന്നത്. ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ചർച്ചകൾക്ക് അനുയോജ്യമാണ് എന്നും അതിനാൽ 2 ആഴ്ചത്തേക്ക് ആക്രമണം ഒഴിവാക്കാമെന്നും ട്രംപ് അറിയിക്കുന്നു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമേനി ഈ കരാറിന് പച്ചക്കൊടി കാട്ടിയതോടെ സംഘർഷത്തിന് താൽക്കാലികമായിട്ടുള്ള ശമനമാകുന്നു. വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഔദ്യോഗിക ചർച്ചകൾ ആരംഭിക്കുകയാണ്. എങ്കിലും തങ്ങളുടെ കൈകൾ ഇപ്പോഴും തോക്കിൻ കുഴലിലാണ് എന്നും നേരിയ പിഴവുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ രക്തച്ചൊരിച്ചിലിന് തൊട്ടടുത്തെത്തിയ ഒരു രാത്രി ഒടുവിൽ ഒരു നയതന്ത്ര വിജയത്തിൽ അവസാനിച്ച ആശ്വാസത്തിലാണ് ആഗോള സമൂഹം. ചർച്ചകൾക്കൊടുവിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് തുറക്കാമെന്ന് ഇറാൻ സമ്മതിച്ചതോടെ 2 ആഴ്ചത്തേക്ക് ബോംബാക്രമണങ്ങൾ നിർത്തിവെക്കുവാൻ ട്രംപ് ഉത്തരവിടുകയായിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായിട്ട് 10 സമാധാന പദ്ധതിയും ഇറാൻ US മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ട്. ചൈനയുടെ ഇടപെടലാണ് അമേരിക്കയെയും ഇറാനെയും ചർച്ചാമേശയിലേക്ക് എത്തിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് മുൻപ് ഹോർമൂസ് കടലിലേക്ക് തുറന്നില്ല എങ്കിൽ ഇറാനിലെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇതിനു മുന്നോടിയായി ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായിട്ടുള്ള ഖാർഗ് ദ്വീപിന് നേരെ അമേരിക്കയും ഒപ്പം ഇസ്രായേലും കനത്ത ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അവസാന നിമിഷം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ അയഞ്ഞ നിലപാട് ഒരു വലിയ മഹാദുരന്തം ഒഴിവാക്കുകയായിരുന്നു. ഇസ്രായേലും ഈ വെടിനിർത്തലിനോട് സഹകരിക്കുമെന്ന് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമേനി ഈ സമാധാന കരാറിന് അംഗീകാരം നൽകിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവിലയിൽ 15% ഇടിവുണ്ടായതും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആശ്വാസമാവുകയാണ്. ഫെബ്രുവരി 28 ആരംഭിച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നീക്കത്തിന് ഇതോടുകൂടി താൽക്കാലികമായിട്ടുള്ള വിരാമമാകും. പശ്ചിമേഷ്യയെ തകർക്കുമെന്ന് ഭയപ്പെട്ട യുദ്ധത്തിന് ഒരു നയതന്ത്ര പരിഹാരം കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണിപ്പോൾ ലോകരാജ്യങ്ങൾ. അടുത്ത 2 ആഴ്ച ചർച്ചകൾ, ആ ചർച്ചകൾ മേഖലയുടെ ഭാവി നിർണ്ണയിക്കുന്നതിന് അതിനിർണായകമാകും. സമാധാനത്തിനുള്ള ഈ അവസാന അവസരം പാഴാക്കരുത് എന്ന് ഐക്യരാഷ്ട്രസഭയും പോപ്പ് ലിയോ 14 മാർപ്പാപ്പയും ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ ആഹ്വാനം ചെയ്യുകയായിരുന്നു. ആ ആഹ്വാനം ലോകം ശ്രദ്ധിച്ചു, ഇറാനും ശ്രദ്ധിച്ചു, ഒപ്പം തന്നെ അമേരിക്കയ്ക്കും വഴങ്ങേണ്ടി വന്നു. അവസാനം ഇറാനും ഒപ്പം തന്നെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെതിരെ നടത്തിയ യുദ്ധം, ആ യുദ്ധത്തിൽ അവസാനം അമേരിക്കയ്ക്ക് തോറ്റു പിന്മാറേണ്ടി വന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അമേരിക്കയ്ക്ക് മാറി നിൽക്കേണ്ടി വന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ വെടിനിർത്തൽ എന്ന് പറയപ്പെടുന്നത് ഒരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണോ, അതോ ഇതോടുകൂടി യുദ്ധം അവസാനിക്കുമോ എന്ന് കണ്ടറിയാം.